ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫീഡിംഗ് ബോട്ടിലും അതുപോലെ ബ്രസ്റ്റ് പമ്പൊക്കെ നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്യാം. അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ പാത്രത്തിൽ നല്ലൊരു വെള്ളം എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ ഞാൻ PJൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. നല്ല യൂസ്ഫുള്ളാണ്. 3 ടൈപ്പ് ബ്രഷ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലെൻസർ ഒഴിച്ച് വെക്കാനുള്ളൊരു ബോട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ എടുത്ത് വെച്ച വെള്ളത്തിൽ നമ്മുടെ ഈ ലിക്വിഡ് ഒരു 4 ഡ്രോപ്സ് ഒക്കെ ഒഴിക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഫീഡിങ് ബോട്ടിലും ബ്രസ്റ്റ് പമ്പിൻ്റെ പാർട്സ് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ നല്ല വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത ബോട്ടിൽസും എല്ലാം അതിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റെറിലൈസർ ഉണ്ടെങ്കിൽ സ്റ്റെറിലൈസറിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വെച്ചിട്ട് നമുക്ക് അതിൽ ഇട്ട് തിളപ്പിക്കാമെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനിത് സ്റ്റെറിലൈസ് ചെയ്യും കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കൊണ്ടുവെക്കും. ഇതിൽ ഒരു 50 മിനിറ്റ്സ് ഒക്കെ വെക്കുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളം എല്ലാം പോകും കേട്ടോ. അതിന് ശേഷമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ സ്റ്റെറിലൈസർ ഉണ്ടെങ്കിൽ സ്റ്റെറിലൈസറിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കണ്ട. ഇത് സ്റ്റെറിലൈസർ ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്, ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റെറിലൈസ് ആയി വരും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.